നവംബർ 1 മുതൽ കേരളത്തിൽ അതിദാരിദ്ര്യർ ഇല്ലാതായ ഒരു ദിവസമാണ്. അത് ഇപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു അഭിമാനമായി അവർ അവതരിപ്പിക്കുന്നു. എങ്ങനെയാണ് ഇവരെ കണ്ടെത്തിയത്? ഇവർ എത്ര കാലം ഈ ദാരിദ്ര്യ മുക്തമായി നിലനിൽക്കും? എന്നും അവിടെ തന്നെ നിൽക്കുകയാകുമോ എന്നൊന്നും നമുക്കറിയില്ല. തെരഞ്ഞെടുപ്പെടുത്തപ്പോൾ കാര്യമായ നേട്ടങ്ങളൊന്നും പറയാൻ ഇല്ലാത്തതുകൊണ്ട് പല ഉഡായിപ്പുകളും ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് കോടികൾ ചെലവഴിച്ചുകൊണ്ട് നടത്തപ്പെടുന്നുണ്ട്. അതിൽ പെട്ട ഒന്നാണ് ഇതും. ഇത്തരം പരിപാടികളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ അതിന് കോടികൾ ചെലവുണ്ട്. അതൊക്കെ സഖാക്കന്മാരുടെ പോക്കറ്റിൽ എത്തിപ്പെടുന്ന ചില സംഖ്യകളുമാണ്. ഈ പരിപാടി ഉദ്ഘാടനത്തിന് മോഹൻലാലിനെയും മമ്മൂട്ടിയെയും കമലഹാസനെയും ക്ഷണിച്ചിരുന്നു. കമലഹാസനും മോഹൻലാലും ഈ പരിപാടിയിൽ പങ്കെടുത്തില്ല. അവർക്കിതൊരു അതിദാരിദ്ര്യമുക്തമായ കേരളത്തിൻ്റെ തുടക്കമായി തോന്നിയില്ല. എന്നാൽ മമ്മൂട്ടി ഇതിൽ പങ്കെടുത്തു. അദ്ദേഹം തികഞ്ഞ സഖാവായത് ഇതിൻ്റെ ഒരു കാരണമാണെന്നതിന് പുറമെ 8 മാസമായി മമ്മൂട്ടിക്ക് മലയാളികളെ മിസ്സിംഗ് ആയിരുന്നു. അതേപോലെ മമ്മൂട്ടി ഫാൻസിന് മമ്മൂട്ടിയെയും. ഈ പരിപാടി കൊണ്ട് ഈ 2 വിഭാഗത്തിനും അതൊരു നേട്ടമായിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ അതിൻ്റെ മുമ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത് ആശാവർക്കർമാർക്ക് 20,000 രൂപ ഓണറേറിയം നൽകും എന്നായിരുന്നു. വോട്ട് കിട്ടാൻ പല വാഗ്ദാനങ്ങളും നൽകുന്നതിൽപ്പെട്ട ഒന്നായിരുന്നു അതെന്ന് പിന്നീട് ഇടതുപക്ഷ ഗവൺമെൻറ് തെളിയിക്കുകയുണ്ടായി. അവർ ഭരണത്തിൽ വന്നതിന് ശേഷം ആശാവർക്കർമാർക്ക് 1 രൂപ പോലും വർദ്ധിപ്പിച്ചില്ല. അവസാനം തെരഞ്ഞെടുപ്പ് അന്നവർ പറഞ്ഞത് അത് കേന്ദ്ര ഗവൺമെൻറ്റാണ് പ്രഖ്യാപിക്കേണ്ടത്, കേരളത്തിൽ അതിലൊരു പങ്കുമില്ല എന്നാണ്. 20,000 കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ ഒരുപക്ഷെ അവർ അത് അറിഞ്ഞിരിക്കുകയില്ല. ഇപ്പോൾ അവർക്ക് മാസത്തിൽ 1000 രൂപ വർദ്ധിപ്പിച്ചിരിക്കുന്നു. അതായത് ദിവസത്തിൽ 33 രൂപയുടെ വർധനവുണ്ടായിട്ടുണ്ട്. ആശാവർക്കർമാർ കലക്ട്രേറ്റ് പടിക്കൽ മാസങ്ങളോളം മഴയും വെയിലും കൊണ്ട് സമരം ചെയ്തു. ആ സന്ദർഭത്തിലൊക്കെയും അവരെ അവിടെ നിന്ന് ആട്ടിയോടിക്കുവാനായിരുന്നു ഈ ഗവൺമെൻറ് ശ്രമിച്ചിരുന്നത്. അവസാനം തെരഞ്ഞെടുപ്പെടുത്തപ്പോഴാണ് ഈ 1000 രൂപ പ്രഖ്യാപിച്ചത്. ചുരുക്കത്തിൽ അതിദാരിദ്ര്യമുക്ത കേരളം എന്ന് പ്രഖ്യാപിക്കുമ്പോഴും ആശാവർക്കർമാർ പോലും ആ പട്ടികയിലേക്ക് കടന്നു കയറിയിട്ടില്ല. അവരെ അതിലേക്ക് കയറ്റുവാൻ ഇടതുപക്ഷത്തിന് സാധിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം.